നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പരിയാരം ആയുർവേദ കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും വാർഡുകളുടെ ശിലാസ്ഥാപനം ആരോഗ്യമന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോവില്ലെന്ന് മന്ത്രി. ജില്ലാതല സ്കൂൾ പച്ചക്കറി വികസന പദ്ധതിക്ക് വർണ്ണാഭമായ തുടക്കം. മാടായി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ കൃഷിമന്ത്രി KP മോഹനൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പിലാത്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പാരാമെഡിക്കൽ സയൻസിന് പുതുതായി കെട്ടിടമൊരുങ്ങുന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് C. കൃഷ്ണൻ MLA നാടിന് സമർപ്പിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഭാര്യയെയും മകളെയും കൊണ്ട് ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇരുവൃക്കകളും തകരാറിലായ കരുവള്ളൂരിലെ അപ്പൂഞ്ഞി എന്ന 72-കാരൻ. വിശദമായ വാർത്തകളിലേക്ക്. പാരമ്പര്യ ചികിത്സാ രീതികൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് ആരോഗ്യമന്ത്രി VS ശിവകുമാർ. പരിയാരം ആയുർവേദ കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും വാർഡുകളുടെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുർവേദത്തെയും പരമ്പരാഗത ചികിത്സാ സമ്പ്രദായത്തെയും കൂടുതൽ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം ആയുർവേദ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികളെ കൂടുതൽ ആകർഷിക്കുവാനും അവർക്ക് അവസരങ്ങൾ ഒരുക്കുവാനും ആയുർവേദം ഉൾപ്പെടെയുള്ള പാരമ്പര്യ ചികിത്സാ രീതികൾക്ക് പുതിയ കാലത്ത് പ്രസക്തിയേറി വരികയാണ്. ആയുർവേദത്തെ കൂടുതൽ ജനകീയമാക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനും സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യും. ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. TV രാജേഷ് MLA പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് എഞ്ചിനീയർ ആരിഫ ഖാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആയുർവേദ മെഡിക്കൽ വിഭാഗം ഡയറക്ടർ പ്രൊഫസർ T. ശിവദാസ് ആമുഖഭാഷണം നടത്തി. മനു തോമസ്, T. സുലജ, ശ്രീജ സന്തോഷ്, NP ഉണ്ണികൃഷ്ണൻ, PP ദാമോദരൻ, KV ബാബു, KK രാജൻ, മുസ്തഫ കടന്നപ്പള്ളി, EPR വേശാല എന്നിവരും പരിപാടിക്ക് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ജില്ലാതല സ്കൂൾ പച്ചക്കറി വികസന പദ്ധതിക്ക് വർണ്ണാഭമായ തുടക്കം. മാടായി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ കൃഷിമന്ത്രി KP മോഹനൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പച്ചക്കറി കൃഷിയിൽ കല്യാശ്ശേരി ബ്ലോക്ക് കേരളത്തിന് മാതൃകയെന്ന് മന്ത്രി. 2 വർഷം മുമ്പേ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറിയുടെ 22% മാത്രമായിരുന്നു കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചത്. ഇന്നത് 76% മാറിയിരിക്കാം. 2 വർഷം കൊണ്ട് 56%. പിന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ 50% കൂടുതലുണ്ടായത് ജൈവ പച്ചക്കറി ഉൽപ്പാദനത്തിൽ 70% വർധനവുണ്ടാക്കാൻ കാർഷിക രംഗത്തെ കൂട്ടായ്മയിലൂടെ സാധിച്ചിട്ടുണ്ട്. കല്യാശ്ശേരി ബ്ലോക്കിൽ നടപ്പാക്കിയ സ്കൂൾ തല പച്ചക്കറി കൃഷിയും ജനകീയ പച്ചക്കറി കൃഷിയും ഏറെ മാതൃകാപരമാണ്. കല്യാശ്ശേരി മോഡൽ പച്ചക്കറി കൃഷി കേരളത്തിലുടനീളം വ്യാപിപ്പിക്കുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു. TV രാജേഷ് MLA ചടങ്ങിൽ അധ്യക്ഷനായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. കണ്ണൻ, രാജമാത്തച്ഛൻ, CV കുഞ്ഞിരാമൻ, M. കുഞ്ഞിരാമൻ, K. സുലൈമാൻ, N. പ്രസന്ന, V. നാരായണൻകുട്ടി, ജോളി അലക്സ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിന്റെ ഭാഗമായി കാർഷിക രംഗത്ത് മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി നടത്തിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും അനുമോദിക്കുകയും ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിലാത്തറ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പാരാമെഡിക്കൽ സയൻസിന് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെയും ഹോസ്റ്റലിന്റെയും ശിലാസ്ഥാപനം ആരോഗ്യമന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. ഈ ഒരു വലിയ ആഗ്രഹം, ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ ലഭ്യമാക്കാൻ കഴിയുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തു പോകുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ തൊഴിലവസരം ലഭ്യമാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
പാരാമെഡിക്കൽ കോഴ്സ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ ഈ മേഖലയിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വി.എസ്. ശിവകുമാർ അഭിപ്രായപ്പെട്ടു. കെട്ടിട നിർമ്മാണത്തിന് തന്റെ പൂർണ്ണ സഹകരണമുണ്ടാകുമെന്നും ശിലാസ്ഥാപന കർമ്മത്തിലൂടെ പ്രദേശത്തുകാരുടെ നിരവധി നാളത്തെ സ്വപ്നമാണ് പൂവണിയുന്നതെന്നും മന്ത്രി പറഞ്ഞു. ടി.വി. രാജേഷ് എം.എൽ.എ. അധ്യക്ഷനായി. മെഡിക്കൽ ഓഫീസർ പി.കെ. ബേബി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി.കെ. ശ്രീമതി ടീച്ചർ എം.പി. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിന്റെ ഭാഗമായി റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദനവും നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. കണ്ണൻ, വൈസ് പ്രസിഡന്റ് വി. പ്രീത, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി. ലളിത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. കുഞ്ഞിക്കണ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി. ബാലൻ മാസ്റ്റർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ. വസന്ത, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അംഗം പി. വത്സല, എം.പി. ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി. എം. വേണുഗോപാലൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോവില്ലെന്ന് ആരോഗ്യമന്ത്രി. കോളേജിന്റെ ആസ്തി ബാധ്യത സംബന്ധിച്ച സമ്പൂർണ്ണ റിപ്പോർട്ട് ജില്ലാ കളക്ടറിൽ നിന്ന് കാത്തിരിക്കുകയാണ് സർക്കാർ എന്നും വി.എസ്. ശിവകുമാർ. പരിയാരം മെഡിക്കൽ കോളേജ് ഗവൺമെൻറ് ഏറ്റെടുക്കും. അത് ഇൻ പ്രിൻസിപ്പൽ തീരുമാനമായിട്ടുണ്ട്. അവിടുത്തെ മറ്റു ആസ്തി ബാധ്യതകളെ കുറിച്ച് പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്ത് സെക്രട്ടറി അതിൻ്റെ ആ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഈ ക്യാബിനറ്റ് തന്നെ ഇൻ പ്രിൻസിപ്പൾ അംഗീകരിച്ച് കഴിഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് എല്ലാ ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയുള്ള മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുമ്പോൾ അത് നമുക്ക് സാധ്യമാകും. അല്ല, നീണ്ടുപോകുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോളേജ് എടുക്കും വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഗവൺമെൻറ്റിന് വരുന്നത്. അപ്പോൾ ആ സാമ്പത്തിക ബാധ്യതകൾ പരിശോധിക്കണം. പരിശോധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ട നടപടി എടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള കമ്മിറ്റി വെച്ചിട്ടുണ്ട്. കളക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹെൽത്ത് സെക്രട്ടറി അതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അല്ലല്ല, അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊന്നും പോയിട്ടില്ലല്ലോ. അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഗവൺമെൻറ് ഏറ്റെടുക്കും. അതിന് തീരുമാനം എടുത്തിട്ടുണ്ട്. DC ബുക്സും സാഹിത്യകാരൻ മനോജ് കുരൂരും സംയുക്തമായി നടത്തുന്ന സംഘയാത്രയ്ക്ക് പയ്യന്നൂർ കോളേജിൽ സ്വീകരണം നൽകി. തുടർന്ന് പുസ്തക ചർച്ചയും നടന്നു. പ്രണയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആഹ്വാനമാണെന്നും ആഘോഷമാണെന്നും ആ സ്വാതന്ത്ര്യത്തെ കണ്ടെത്തുക ഓരോ സമൂഹത്തിലും ഓരോ ജനജീവിത ഭാഗധേയങ്ങളിലും നിലനിൽക്കുന്ന അവസ്ഥയുടെയും വ്യവസ്ഥയുടെയും അതിനെ നിർണ്ണയിക്കുന്ന പ്രത്യയശാസ്ത്ര ധർമ്മങ്ങളുടെയും ഒക്കെ ആകത്തുകയാണ് എന്ന വലിയ മഹത്തായ ഒരു ഫെമിനിസ്റ്റ് സങ്കല്പം. സംഘകാല ഭാഷയെ അടിസ്ഥാനമാക്കി കവി മനോജ് കുരൂർ രചിച്ച മലയാളത്തിലെ ഏറ്റവും പുതിയ നോവൽ നിലം പൂത്തുമലർന്ന നാളിന്റെ പ്രചരണാർത്ഥമാണ് സംഘയാത്ര സംഘടിപ്പിക്കുന്നത്. സ്വീകരണ പരിപാടിയുടെ ഭാഗമായി പുസ്തക ചർച്ചയും നടന്നു. എഴുത്തുകാരനും നിരൂപകനുമായ എൻ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. നോവലിസ്റ്റ് മനോജ് കുരൂർ, പ്രസാധകർ DC ബുക്സിന്റെ പബ്ലിക്കേഷൻ മാനേജർ A.V. ശ്രീകുമാർ, സോന ടീച്ചർ, ശിവകുമാർ കാങ്കോൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. AC ശ്രീഹരി സ്വാഗതവും പത്മനാഭൻ കാവുമ്പായി നന്ദിയും പറഞ്ഞു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ശ്രീകൃഷ്ണൻ M.L.A. ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സമൂഹത്തിന് തന്നെ വലിയ വിപത്തുകൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്ത് പുതിയ ഉൽപ്പന്നമാക്കി മാറ്റുന്ന യൂണിറ്റ് തികച്ചും മാതൃകാപരമാണെന്നും ഇത്തരം യൂണിറ്റ് ആരംഭിക്കുന്നതിലൂടെ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ മറ്റു പഞ്ചായത്തുകൾക്ക് തന്നെ വലിയ മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നും യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശ്രീകൃഷ്ണൻ M.L.A. അഭിപ്രായപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മണ്ണും വെള്ളവും ഇതെല്ലാം മലിനമാക്കപ്പെടുന്നു. അത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഒരു വലിയ സാമൂഹ്യ പ്രശ്നമായി, ആരോഗ്യ പ്രശ്നമായി ഇത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാം എന്ന ആലോചന പല തലത്തിലും നടത്തിയിരുന്നു. പ്ലാസ്റ്റിക് റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനം P. രവീന്ദ്രനും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച വാഹനത്തിന്റെ താക്കോൽ കൈമാറ്റം K. സത്യഭാമയും മെഷീൻ സ്വിച്ച് ഓൺ കർമ്മം നഗരസഭാ ചെയർപേഴ്സൺ K.V. ലളിതയും നിർവഹിച്ചു. യൂണിറ്റിലെ പ്രവർത്തകർക്ക് ചന്ദ്രിക യൂണിഫോം വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P.V. ഗൗരി അധ്യക്ഷയായി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K.B. ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ പഞ്ചായത്തുകളിൽ നിന്നും പ്ലാസ്റ്റിക് ശേഖരിച്ച് വിവിധ പ്രക്രിയയിലൂടെ റീസൈക്ലിംഗ് ചെയ്ത് പുതിയ ഉൽപ്പന്നമാക്കി മാറ്റുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്.
പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റീസൈക്ലിംഗ് യൂണിറ്റ് മാതമംഗലം വ്യവസായ എസ്റ്റേറ്റിലാണ് പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഫുട്ബോൾ മേളയ്ക്കായി ഒരുക്കിയ താൽക്കാലിക ഗ്യാലറി പൂർണ്ണമായി പൊളിച്ചു നീക്കിയില്ല. മാടായി പഞ്ചായത്ത് മൈതാനം നാശത്തിലേക്ക്. കായിക പ്രേമികളുടെ പ്രതിഷേധം ശക്തം. മാസങ്ങൾക്ക് മുൻപ് വെങ്ങരയിൽ ഒരു സംഘം ആളുകൾ ചേർന്ന് നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിനു വേണ്ടിയാണ് മാടായി പഞ്ചായത്തിന്റെ മാടായിപ്പാറയിലുള്ള മൈതാനത്ത് ഗ്യാലറി നിർമ്മിച്ചത്. ടൂർണമെന്റ് വൻ നഷ്ടത്തിൽ കലാശിച്ചതാണ് ഗ്യാലറി പാതിവഴിയിൽ ഉപേക്ഷിക്കാൻ കാരണമായത്. ഗ്യാലറിയുടെ അവശിഷ്ടങ്ങൾ മൈതാനം നിറയെ ചിതറിക്കിടക്കുകയാണ്. ഇത് മൈതാനത്തിന്റെ നാശത്തിന് തന്നെ വഴിവെക്കുന്നു. മഴക്കാലത്ത് പോലും കായിക പരിശീലനം നടത്താൻ പറ്റുന്ന മൈതാനം അധികൃതരുടെ അനാസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്യാലറിയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഗ്യാലറി നിർമ്മിച്ചവരോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഗ്യാലറി ഭാഗികമായി പൊളിച്ചുമാറ്റുക മാത്രമാണ് ചെയ്തതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. മൈതാനത്ത് ഫുട്ബോൾ കളി നടക്കുമ്പോൾ ഉണ്ടായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇത് വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇതിന് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ഖാദി സൗഭാഗ്യ ഓണം മേളയ്ക്ക് തുടക്കമായി. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ KP നൂറുദ്ദീൻ മേള ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന സ്വാമി കൃഷ്ണാനന്ദ ഭാരതി നിർവഹിച്ചു. വാർഡ് കൗൺസിലർ AK ശ്രീജ, ഖാദി ക്ഷേമനിധി ബോർഡ് അംഗം N ഗംഗാധരൻ, മുൻ പ്രതിപക്ഷ നേതാവ് AP നാരായണൻ, KU രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, മണിയറചന്ദ്രൻ, വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ ഹസൻ കുഞ്ഞി, T നാരായണൻ നായർ, KP ബാലകൃഷ്ണ പൊതുവാൾ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. 30% റിബേറ്റിലാണ് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. ഖാദി തുണിത്തരങ്ങൾ, റെഡിമെയ്ഡ് ഷർട്ട്, കാവിമുണ്ടുകൾ, ഉന്നക്കിടക്ക, തലയണ, ഖാദി സാരികൾ, ചൂരൽ കൊണ്ടുള്ള ഫർണിച്ചറുകൾ എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. വെള്ളൂർ വെറ്റിനറി സബ് സെന്ററിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടം ശ്രീകൃഷ്ണൻ MLA പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ചടങ്ങിൽ നഗരസഭാധ്യക്ഷ KV ലളിത അധ്യക്ഷയായിരുന്നു. പയ്യന്നൂർ നഗരസഭ ജനകീയാസൂത്രണം 2014-15 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത്. ക്ഷീരസംഘം ഏർപ്പെടുത്തി കൊടുത്ത സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സബ് സെന്റർ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. കാലി വളർത്തൽ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുന്നവരാണ് നമ്മിൽ പലരുമെന്നും അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ നഷ്ടത്തിലായിട്ടും തുടരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സി കൃഷ്ണൻ MLA അഭിപ്രായപ്പെട്ടു. നഗരസഭാ ഉപാധ്യക്ഷൻ KK ഗംഗാധരൻ താക്കോൽദാനം നിർവഹിച്ചു. പാവൂർ നാരായണൻ, P ശ്യാമള, അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, M വനജ, M വാസന്തി തുടങ്ങി ഒട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു. കരിവള്ളൂർ ചെറുമുലയിലെ അപ്പുഞ്ഞിയും കുടുംബവും ഇന്ന് ദുരിതങ്ങളുടെ കണ്ണീർ കയത്തിലാണ്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഭാര്യയെയും മകനെയും കൊണ്ട് ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇരുവൃക്കകളും തകരാറിലായ അപ്പുഞ്ഞി. തങ്ങൾക്ക് ചുറ്റുമുള്ളവരെ പോലെ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ച നാളുകൾ അപ്പൂഞ്ഞിക്ക് ഓർത്തെടുക്കാനുണ്ട്. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഭാര്യയെയും മകളെയും കൊണ്ട് എങ്ങനെ ജീവിക്കുമെന്നറിയാതെ ഉഴറുകയാണ് ഇരുവൃക്കകളും തകരാറിലായ 78-കാരനായ കരിവള്ളൂർ ചെറുമൂലയിലെ കീത്തോട് അപ്പൂഞ്ഞി. ഭാര്യയുടെയും മകളുടെയും കാര്യങ്ങളെല്ലാം ഈ അടുത്ത കാലം വരെ നോക്കി നടത്തിയിരുന്നത് അപ്പൂഞ്ഞിയായിരുന്നു. രാവിലെ ആഹാരം പാകം ചെയ്ത് പണിക്ക് പോയി വന്ന് ഉഴറി നടക്കുന്ന ഭാര്യയെയും മകളെയും മരുന്നുകളും മറ്റും കൊടുത്ത് ഒരുവിധം നേരെയാക്കി ആരോടും പരിഭവമില്ലാതെ അപ്പൂഞ്ഞി ജീവിതം തള്ളി നീക്കി. ഇന്ന് കാര്യങ്ങളാകെ കുഴഞ്ഞുമറിഞ്ഞിരിക്കുന്നു. അപ്പൂഞ്ഞിയുടെ ഇരുവൃക്കകളും തകരാറിലായി. പരസഹായം കൂടാതെ എഴുന്നേറ്റ് നടക്കുവാൻ കൂടി കഴിയുന്നില്ല. ട്യൂബിൽ കൂടിയാണ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെത്തണം. വാഹന വാടക, ആശുപത്രി ചെലവ്, ഭാര്യയുടെയും മകളുടെയും ചികിത്സ എല്ലാം കൂടി ഓർക്കുമ്പോൾ താനും ഒരു മാനസിക രോഗിയായി തീരുമോ എന്നാണ് അപ്പൂഞ്ഞിയുടെ ഇപ്പോഴത്തെ ഭയം. നിർധനരും ആലംബഹീനരുമായ ഇവർക്ക് ബന്ധുക്കൾ ആരും തന്നെയില്ല ഒന്ന് സഹായിക്കാൻ. A ഗോവിന്ദൻ ചെയർമാനും TV മുരളി കൺവീനറുമായുള്ള ഒരു ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ചിരിക്കുന്നു. ഇനിയെല്ലാം നല്ലവരായ മനുഷ്യരുടെ കരുണ. ഞാനിവിടെ വളരെ കഷ്ടപ്പെട്ടുള്ള ഇല്ല. എൻ്റെ ഭാര്യക്കും സുഖമില്ല, ഒരു മകൾക്കും സുഖമില്ല. ഞാൻ മുമ്പിൽ ഇങ്ങനെ പണിക്ക് പോയി ഇങ്ങനെ ചിലവ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. ചികിത്സക്കെല്ലാം വലിയ പൈസയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഒരു നിവൃത്തിയുമില്ല. അതുകൊണ്ട് അത് സഹായം ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, ഇത് അപ്പുഞ്ഞാട്ടൻ, ചെറുമൂലയുടെ അപ്പുഞ്ഞാട്ടൻ. അദ്ദേഹം 2 വൃക്കകളും തകർന്ന് ഇരുവൃക്കകളും തളർന്ന് ഇപ്പോൾ
പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിനൊരു ഭാര്യയും അതുപോലെ ഒരു അസുഖമുള്ള ഒരു മോളുമുണ്ട്. അവരും വളരെ അവശതയിലാണ്. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നമുക്ക് കഴിയുമെങ്കിൽ അതൊരു കാരുണ്യമായി എടുത്ത് സഹായിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ഇവർ നിങ്ങളുടെ ദൈവനായി കാത്തിരിക്കുന്നു. നിങ്ങളുടെ സഹായങ്ങൾ സിൻഡിക്കേറ്റ് ബാങ്ക് കരിവള്ളൂർ ശാഖ അക്കൗണ്ട് നമ്പർ 42 31 22 00 07 99 IFC കോഡ് SYNB 00 42 31 എന്ന അക്കൗണ്ട് നമ്പറിൽ എത്തിക്കുക. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തെങ്ങിൻ തൈകൾ ബുക്ക് ചെയ്ത കർഷകരോട് പ്രഖ്യാപിത വിലയിൽ കൂടുതൽ ആവശ്യപ്പെട്ടത് കർഷകരെ വലച്ചു. പലരും തെങ്ങിൻ തൈകൾ വാങ്ങാതെ മടങ്ങി. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഓൺലൈനായി തെങ്ങിൻ തൈകൾക്കായി അപേക്ഷ സമർപ്പിച്ച കർഷകർ തെങ്ങിൻ തൈകൾ വാങ്ങാനെത്തിയപ്പോൾ 50 രൂപ അധികം ആവശ്യപ്പെട്ടത് കർഷകരെ വലച്ചു. 150 രൂപയായിരുന്ന തൈ ഒന്നിന്റെ വിലയിൽ 50 രൂപയുടെ വർധനവ് വരുത്തിയത് കർഷകരെ മുൻകൂട്ടി അറിയിക്കാത്തതാണ് വിനയായത്. എല്ലാ വർഷവും ജൂണിൽ അത്യുൽപാദന ശേഷിയുള്ള തൈകൾ വിതരണം ചെയ്യാറുണ്ട്. ഇത്തവണ നറുക്കെടുപ്പിലൂടെയാണ് ഉപഭോക്താക്കളെ തെരഞ്ഞെടുത്തത്. 12,562 പേരിൽ 3,500 പേർക്ക് തെങ്ങിൻ തൈ വിതരണം ചെയ്തുവെന്നും അറിയിച്ചിരുന്നു. 4 ഘട്ടമായി തൈകൾ വിതരണം ചെയ്തു. സങ്കരയിനം തെങ്ങിൻ തൈ ഒന്നിന് 150 രൂപയാണ് ഈടാക്കിയിരുന്നത്. 5ാം ഘട്ടത്തിൽ അറിയിപ്പ് ലഭിച്ചവരെത്തിയപ്പോഴാണ് തൈ ഒന്നിന് 50 രൂപ വർദ്ധിച്ചതായി അറിഞ്ഞത്. നറുക്കെടുപ്പിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന തൈകൾക്ക് 2 തരത്തിലുള്ള തുക ഈടാക്കുന്നതിൽ കർഷകർ പ്രതിഷേധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കൺവെൻഷൻ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്നു. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ കോൺഗ്രസ് പറഞ്ഞതല്ല, അല്ലെങ്കിൽ ഇന്ത്യയിലെ BJP വിരുദ്ധന്മാരായ ആൾക്കാർ പറഞ്ഞതല്ല. അവരുടെ അത്യുന്നതനായ നേതാവ് അദ്വാനി പറയുന്നു ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ്. അപ്പം മോദി അടിയന്തരാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏകാധിപത്യത്തിന്റെ ശക്തമായ ശംഖനാദം അവർ മുഴക്കുകയാണ്. മോഡി ഭരണം തികഞ്ഞ പരാജയമാണെന്നും രാജ്യം അടിയന്തരാവസ്ഥയുടെ വക്കിലാണെന്നുമുള്ള BJP നേതാവ് അദ്വാനിയുടെ വെളിപ്പെടുത്തൽ തന്നെ ഇതിനുദാഹരണമാണെന്ന് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് C രവി അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം K വെളുത്തമ്പു, പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് KK രാജേന്ദ്രൻ, ജനറൽ സെക്രട്ടറി K പ്രകാശൻ, ബ്ലോക്ക് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് സജ്ജരാകാൻ കൺവെൻഷൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു. കരിവെള്ളൂരിൽ അപകട പരമ്പര. പാലക്കുന്നിലും ഓണക്കുന്നിലും കാറുകൾക്ക് മുകളിലേക്ക് മരം പൊട്ടി വീണു. ആളപായമില്ല. ദേശീയപാതയിൽ പാലക്കുന്നിൽ ബസ് സ്റ്റോപ്പിന് സമീപത്തായാണ് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് ആൽമരം പൊട്ടി വീണത്. നേരിയ ഭാഗ്യം കൊണ്ടാണ് കാർ ഡ്രൈവർ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. KL 59H 7582 നമ്പർ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കുന്ന് ജംഗ്ഷനിൽ തന്നെ നിൽക്കുന്ന ഈ ആൽമരത്തിനു കീഴിൽ മിക്കപ്പോഴും അപകടം നടക്കാറുണ്ടെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഈ മരം ഇന്ന് രാവിലെ 10 മണിക്ക് ഒരുപാട് യാത്രക്കാരെല്ലാം ഇങ്ങനെ ബസ് കാത്തു നിൽക്കുമ്പോൾ ആണ് ഈ അപകടം നടന്നത്. അത്ഭുതകരമായിട്ടാണ് ഒരു കാറ് രക്ഷപ്പെട്ടത്. കാറും കാറിലെ ഡ്രൈവറും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം, ഒരുപാട് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്ന സ്ഥലം, അങ്ങനെ ഇവിടെ ഒരുപാട് ആളുകൾക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ഥലമാണിത്. ഈ സ്ഥലത്തിന് ഈ മരം മുറിക്കാൻ വേണ്ടി അധികാരികൾ വന്നിട്ട് കണക്കെടുക്കുകയും ഇന്നുവരെ ഇതിൻ്റെ ഒരു മുറിക്കാനോ ഒന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് അടിയന്തരമായി ഈ മരം മുറിച്ചു മാറ്റണം. അപകട ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് അടിയന്തരമായും ഈ മരം മുറിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് ഒരു ബസ് യാത്രക്കാരെ കയറ്റിപ്പോയത്. ഇത് വലിയൊരു ദുരന്തം ഒഴിവാക്കി. ഓട്ടോറിക്ഷ സ്റ്റാൻഡും ഈ ആൽമരത്തിന് കീഴെയാണ്. മുൻപും ഈ ആൽമരത്തിൽ തട്ടി അപകടമരണം ഉണ്ടായിട്ടുണ്ടെന്ന് ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു. 100 വർഷത്തിലധികം പഴക്കമുള്ള ആലാണ്. ഇതിനു മുമ്പും ഒരു ടൂറിസ്റ്റ് ബസ് കടന്ന് ഈ കൊമ്പിനടിക്കുകയും ഒരു കുട്ടി മരണപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് പല പ്രാവശ്യം പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഇതിനൊരു പോംവഴി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. കരിവെള്ളൂർ ഓണക്കുന്നിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്ന കാറിൽ വലിയൊരു മരക്കമ്പ് പൊട്ടി വീണു. ആളപായമില്ല. KL 60 594 നമ്പർ കാറിന്റെ മുകളിലേക്കാണ് മരത്തിന്റെ കൊമ്പ് പൊട്ടി വീണത്. വെള്ളം റോഡിൽ ഈ ഭാഗത്ത് എപ്പോഴും തിരക്കുമായിരിക്കും. കാറിന്റെ മുകളിലേക്ക് വീണത് മൂലം കാൽനട യാത്രക്കാർക്ക് വരേണ്ട അപകടമാണ് മാറിപ്പോയത്. സ്വാതന്ത്ര്യദിനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഖാദി കേന്ദ്രങ്ങളിൽ ദേശീയ പതാക വിൽപ്പന സജീവമായി. ഹൂബ്ലിയിലെ കർണാടക ഖാദി ഗ്രാമോദ്യോഗ് എന്ന സ്ഥാപനത്തിനാണ് കഴിഞ്ഞ 10 വർഷമായി ദേശീയ പതാക നിർമ്മിക്കാനുള്ള അവകാശം. സ്വാതന്ത്ര്യദിനത്തിന് ഒരാഴ്ച മുമ്പേ തന്നെ വ്യത്യസ്ത അളവിലുള്ള ദേശീയ പതാകകൾ വിൽപ്പനക്കായി എത്തിച്ചിരിക്കുകയാണ്.
150 രൂപ മുതൽ 1200 രൂപ വരെയാണ് പതാകകളുടെ വില. 60 സെന്റിമീറ്റർ വീതിയും 90 സെന്റിമീറ്റർ നീളവുമുള്ള പതാകയാണ് കൂടുതലും ചെലവാകുന്നത്. ഇവക്ക് 700 രൂപയോളം വില വരുന്നുണ്ട്. വിദ്യാലയങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയിലേക്കാണ് കൂടുതലും വിറ്റഴിയുന്നത്. ഇന്ന് നിർമ്മിതി തന്നെ ഈ തുണിയുടെ റേഷ്യോ 2:3 ഇത് ഉണ്ടാക്കേണ്ടത്. പിന്നെ ഡബിൾ ത്രെഡ് തുണി ഉപയോഗിക്കണം. ഇതിൻ്റെ ഫ്ലാഗിൻ്റെ മാനുവൽ പറഞ്ഞാൽ അത് പറയുന്ന പ്രകാരം ഇവിടെ കളറായിട്ടാണ് ചേർക്കുന്നത്. 24 അരക്കാനുള്ള ചക്രം, അശോകക്രം, അത് അതുപോലെ രൂപകൽപ്പന ചെയ്തിരിക്കണം. ഇത് ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഫ്ലാഗ് ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പാടില്ല. ഹോയിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചരടൊക്കെ ഉൾപ്പെടെയാണ് ഈ ഫ്ലാഗ് നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക് പതാകകൾ നിരോധിച്ചതോടെ ഖാദിയുടെ പതാകക്ക് വൻ ഡിമാൻഡാണുള്ളത്. ഡബിൾ ത്രെഡ് ഉപയോഗിച്ചാണ് പതാകകൾ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലെ ബാലകൃഷ്ണൻ പറയുന്നത്. വാഴപ്പെരുമയുമായി പലിയേരിക്കൊവ്വലിലെ കർഷക കൂട്ടായ്മ ഒരേക്കർ സ്ഥലത്താണ് തികച്ചും ജൈവ രീതിയിൽ വാഴകൃഷി നടത്തുന്നത്. കാർഷിക നവോത്ഥാനത്തിന്റെ ഭാഗമായി കർഷക സംഘം കരിവള്ളൂർ നോർത്ത് വില്ലേജിന്റെ നേതൃത്വത്തിലാണ് വാഴകൃഷി നടത്തുന്നത്. ഇവരുടെ നിർദ്ദേശാനുസരണം കർഷക സംഘം പലിയേരിക്കൊവ്വൽ യൂണിറ്റാണ് കൃഷി ചെയ്യുന്നത്. തരിച്ചായി കിടന്ന ഒരേക്കർ സ്ഥലത്താണ് ഇപ്പോൾ വാഴ നട്ടിരിക്കുന്നത്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. കോഴിവളം, ചാണകം, പിണ്ണാക്ക് എന്നിവയാണ് വളമായി ഉപയോഗിച്ചത്. രാസകീടനാശിനി തീരെ ഉപേക്ഷിച്ചു. ഓണത്തിന് വിളവെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NV കുഞ്ഞിരാമന്റെ നേതൃത്വത്തിൽ 5 പേരടങ്ങുന്ന കർഷക ഗ്രൂപ്പാണ് കൃഷി ചെയ്യുന്നത്. ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കരിവള്ളൂർ ഫാർമേഴ്സ് ക്ലബ്ബും കർഷക സംഘം വില്ലേജ് കമ്മിറ്റിയും രംഗത്തുണ്ട്. ഇന്നത്തെ പുതിയ തലമുറകൾ കൃഷിയിൽ നിന്ന് താല്പര്യപ്പെടാത്ത ഒരവസ്ഥയുണ്ട്. അവരെ ഒന്നുകൂടി ഇതിലേക്ക് ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയും മറ്റുള്ള എല്ലാ ജനങ്ങളെയും കൃഷിയിൽ കൂടുതൽ താല്പര്യരാക്കിക്കൊണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി, അതായത് വിഷലിപ്തമായ ഈ ഭക്ഷ്യസാധനങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ക്യാൻസർ തുടങ്ങിയ അനേകം രോഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരികയാണ്. അതിൽ നിന്ന് ഒഴിവായിക്കൊണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാൻ വേണ്ടി ആണ് ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ചെയ്തത്. കർഷക സംഘം കരിവള്ളൂർ നോർത്ത് വില്ലേജ് സെക്രട്ടറിയും കാർഷിക വിചക്ഷണനുമായ കാന ഗോവിന്ദന്റെ സേവനവും ഇവർക്ക് ലഭിക്കുന്നു. വിളവെടുപ്പിന് ശേഷം പച്ചക്കറിയും കിഴങ്ങുവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുവാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ പലിയേരിക്കൊവ്വലിലെ വാഴപ്പെരുമ നാടിനാകെ മാതൃകയാവുകയാണ്. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ക്ലാസ് സംഘടിപ്പിച്ചു. വനിതാവേദി പ്രസിഡന്റ് KV സുശീല അധ്യക്ഷയായി. ഉണക്കല് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഉണക്കല് നമ്മുടെ പൂജക്കായാലും ഭക്ഷണത്തിനായാലും എല്ലാം ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ നേദ്യം വെക്കുന്നത് ഉണക്കലരി ഉപയോഗിച്ചിട്ടാണ്. അതിന് അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഉണക്കലരി ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾക്ക് ഈ ഉലവക്കഞ്ഞി വെക്കുന്ന സമയത്ത് ഒരു പിടി ഉണക്കലരിയും ഉണ്ടായാൽ നമുക്ക് ഉലവക്കഞ്ഞി തയ്യാറാക്കാം. കർക്കിടകവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ഡോക്ടർ കേശവൻ വെതിരമന, കേശവൻ മാസ്റ്റർ പയ്യന്നൂർ എന്നിവർ ക്ലാസ് എടുത്തു. കുഞ്ഞിരാമൻ മാസ്റ്റർ, K മനോഹരൻ എന്നിവർ ചടങ്ങിന് ആശംസയർപ്പിച്ച് സംസാരിച്ചു. വനിതാവേദി സെക്രട്ടറി K അനിത സ്വാഗതം ആശംസിച്ചു. തുടർന്ന് കർക്കിടക കഞ്ഞി, പത്തിലത്തോരൻ എന്നിവ വിതരണം ചെയ്തു. പയ്യന്നൂർ കോറോം സ്വദേശിനിയായ രേഷ്മ യുണൈറ്റഡ് സ്റ്റേറ്റ് ഇന്ത്യൻ എഡ്യൂക്കേഷന്റെ നെഹ്റു ഫുൾബ്രൈറ്റ് സ്കോളർഷിപ്പിന് അർഹയായി. ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി സ്റ്റഡീസിലാണ് സ്കോളർഷിപ്പ്. സ്ത്രീ ലോകത്തിൻ്റെ സവിശേഷതകളെ അക്കാദമിക തലത്തിൽ വിടാതെ പിന്തുടർന്ന് നേട്ടങ്ങളിലേക്ക് മുന്നേറുകയാണ് രേഷ്മ എന്ന പയ്യന്നൂർ സ്വദേശി. കോറോം നോർത്തിലെ MB ഭരതൻ നമ്പ്യാരുടെയും രാധയുടെയും മകളായ രേഷ്മ കോഴിക്കോട് സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിന് തിരഞ്ഞെടുത്ത വിഷയം വിമൻ സ്റ്റഡീസ് ആയിരുന്നു. തുടർന്ന് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജെൻഡർ സ്റ്റഡീസിൽ MPhil പൂർത്തിയാക്കി. ഇപ്പോൾ ലിംഗഭേദത്തെയും ലൈംഗികതയെയും കുറിച്ചുള്ള പഠനത്തിന് സെൻട്രൽ സ്റ്റേറ്റ്സ് ഇന്ത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ നെഹ്റു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടിയിരിക്കുകയാണ് രേഷ്മ. ഒറിഗൻ യൂണിവേഴ്സിറ്റിയിലാണ് ഈ യുവപ്രതിഭ തുടർ പഠനം നടത്തുന്നത്. കുന്നൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ നടന്നുവന്ന രാമായണ സപ്താഹം സമാപിച്ചു. ആധ്യാത്മികാചാര്യൻ ഭാഗവത രത്നം AKB നായരായിരുന്നു യജ്ഞാചാര്യൻ. രാമായണ മാസത്തോടനുബന്ധിച്ച് കുന്നൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിൽ നിത്യവും മഹാഗണപതി ഹോമവും ഭഗവതി സേവയും അധ്യാത്മ രാമായണ പാരായണവും ഒരു ദിവസത്തെ അഖണ്ഡ രാമായണ പാരായണവും നടത്തിവരുന്നു. ഈ വർഷം അധ്യാത്മ രാമായണ സപ്താഹവും സഹസ്രദീപ സമർപ്പണവും രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്നു. രാമദാസ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച ആധ്യാത്മിക ആചാര്യനായ
ശ്രീമൽ ഭാഗവതരത്നം, കോഴിക്കോട് AKB നായരായിരുന്നു യജ്ഞാചാര്യൻ. സമാപന ദിവസമായ വെള്ളിയാഴ്ച ശ്രീരാമ പട്ടാഭിഷേകം നടന്നു. അയോധ്യാപ്രവേശം, പാരായണ സമർപ്പണം, അവഭൃത സ്നാനം, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം എന്നിവയും നടന്നു. മാറ്റൊലി. കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഭീകരമാം വിധം വർദ്ധിക്കുന്നതായി കുടുംബശ്രീ സർവേ റിപ്പോർട്ട്. പ്രതികരണങ്ങളിലേക്ക്. അത് മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ ശ്രദ്ധ സ്ത്രീകളിൽ നിന്ന് പിന്തിരിയുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഇത്രയും അധികം പീഡനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടും നമ്മുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ പോലും അതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത അത് നമുക്ക് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മൾ പ്രതികരിച്ചാൽ മാത്രം ആണ് അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുക. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ വളരെ രൂക്ഷമായിട്ട് തന്നെ പ്രതികരിക്കാൻ തയ്യാറാകേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുതലാളിത്ത വികസനത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ ഒരു സംസ്കാരം തന്നെ മാറി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സ്ത്രീപീഡനം പോലുള്ള പ്രശ്നങ്ങൾ കൂടി വരുന്നത്. അതിനെ നിയന്ത്രിക്കാനും സ്ത്രീകളെ പൊതുസമൂഹത്തിൽ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിനും അവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ഗവൺമെൻറ് ശ്രദ്ധിച്ചാൽ മാത്രമേ സാധിക്കൂ. അത് ഇന്നത്തെ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല. അത് ഗവൺമെൻറ്റിനെ കൊണ്ട് ശ്രദ്ധിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സ്ത്രീകൾ തന്നെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. അതിന് പിന്തുണ നൽകിക്കൊണ്ട് മറ്റ് ജനവിഭാഗങ്ങളും പ്രവർത്തന രംഗത്ത് വന്നാൽ മാത്രമേ ഈ പീഡന കുറേ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്ത്രീകൾ എവിടെ നോക്കിയാലും കുട്ടികൾക്കെതിരായാലും അയാളുടെ യുവത്വത്തിലുള്ള പെൺകുട്ടികൾക്ക് ഇന്ന് തുറന്ന് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇതിനൊക്കെ കാരണം എന്താണ്? ഇപ്പം നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന മോഡി സർക്കാരിന് ഒരു നല്ലൊരു നിയന്ത്രണത്തോടുകൂടി സ്ത്രീ ശാക്തീകരണത്തോടെ സ്ത്രീകൾ മുന്നോട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രതിരോധം ഉണ്ടാവാനേ. ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്ത്രീകളെ ആദരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ വളർന്നു വന്നത്. ആ സംസ്കാരം ലോകം അംഗീകരിക്കുന്ന സംസ്കാരമാണ്. പക്ഷേ പുതിയ സംസ്കാരത്തിൽ സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുക്കളായി കാണുന്ന ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്ന ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടാകുമ്പോൾ സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. സ്ത്രീത്വത്തെ മാനിക്കുന്ന ആ ഭാരത സംസ്കാരത്തിന് മാറ്റം വന്നുകൊണ്ട് സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുന്ന ഒരു സംസ്കാരത്തിലേക്ക് ജനങ്ങൾ മാറുമ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുകയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ പുലർത്തി വന്നിരുന്ന ആ സംസ്കാരത്തിലേക്ക് വീണ്ടും പുറകോട്ട് പോയി നാം എല്ലാവരെയും നമ്മുടെ അമ്മയും നമ്മുടെ സഹോദരങ്ങളെയും ആ രീതിയിൽ കാണുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ നാടിനെ മാറ്റിയിട്ടില്ലെങ്കിൽ ഇനിയും ഈ അക്രമങ്ങൾ വർദ്ധിച്ചു വരികയുള്ളൂ. ഭരണം ആരായാലും നമുക്ക് സ്ത്രീകൾക്ക് വഴി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കേരളത്തിൽ കൂടാതെ കേന്ദ്ര ഗവൺമെൻറ് നല്ല നടപടി എടുത്തില്ലെങ്കിൽ സ്ത്രീകളടക്കം ഞങ്ങൾ സമരത്തിന് തയ്യാറാവുമെന്ന് മാത്രം പറയാം. അറിയിപ്പുകൾ. ഓഗസ്റ്റ് 9 ഞായറാഴ്ച മുതൽ മാതമംഗലം രാഗലയം കലാക്ഷേത്രത്തിൽ സൗജന്യമായി നൃത്ത സംഗീത ചിത്രകലാ പരിശീലന ക്ലാസ് നടത്തുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുക. പിലിക്കോട് വലിൽ തറവാട് മറയൂട്ട് അടിയന്തരം ഓഗസ്റ്റ് 8 ശനിയാഴ്ച നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരിയാരം ആയുർവേദ കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും വാർഡുകളുടെ ശിലാസ്ഥാപനം ആരോഗ്യമന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോവില്ലെന്ന് മന്ത്രി. ജില്ലാതല സ്കൂൾ പച്ചക്കറി വികസന പദ്ധതിക്ക് വർണ്ണാഭമായ തുടക്കം. മാടായി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ കൃഷിമന്ത്രി KP മോഹനൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പിലാത്ര ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പാരാമെഡിക്കൽ സയൻസിന് പുതുതായി കെട്ടിടം ഒരുങ്ങുന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് C. കൃഷ്ണൻ MLA നാടിന് സമർപ്പിച്ചു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഭാര്യയെയും മകളെയും കൊണ്ട് ജീവിതത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഇരുവൃക്കകളും തകരാറിലായ കരുവള്ളൂരിലെ അപ്പൂഞ്ഞി എന്ന 72-കാരൻ. ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.